അപ്പൊ കമോൺ ഗായ്സ്, ഇന്ന് നമ്മൾ 4 സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ് ഐഡിയാസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കണ്ടാലോ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് കാർഡാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസിലുള്ള പേപ്പർ എടുക്കുക, നടുവേ മടക്കി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജൂട്ടിൻ്റെ ത്രെഡാണ്. അപ്പോൾ ജൂട്ടിൻ്റെ ത്രെഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതില്ലെങ്കിൽ ഏതെങ്കിലും ചാക്കിൽ നിന്ന് ഊരിയെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പലചരക്കടയിൽ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്നത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതിന് നമ്മളൊരു കുപ്പിക്കകത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഒരു ബോ ഷേപ്പിൽ കെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബോയിൻ്റെ സെൻറ്റർ ഭാഗം പേപ്പറിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗം നോക്കി പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി വരുന്ന റൗണ്ട് ഉണ്ടല്ലോ, അതിന് ഏകദേശം പശ തേച്ച് ഒരു ഷേപ്പിൽ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതായത് രമണ, നമ്മൾ റെയിൻഡിയർ ക്രിസ്മസ് കാർഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിയറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡിനെ വളച്ചും തിരിച്ചുമായിട്ട് മേളിലേക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മാനിൻ്റെ കൊമ്പാണ് ഇപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തത്. ഇനി നമുക്കിതിന് കണ്ണും മൂക്കും ഒക്കെ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചുവന്ന ബീഡ് നമ്മൾ മൂക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണും കൂടെ വരച്ചെടുത്തപ്പോൾ ആൾ നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട്, നല്ല ക്യൂട്ടും ആയിട്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റാർസാണ്. ഇങ്ങനെ സ്റ്റാർ വെട്ടിയെടുക്കാനുള്ള ക്ഷമ നിങ്ങളുടെ അടുത്തില്ല എന്ന് കരുതി നിങ്ങൾ ഇത് ചെയ്യാണ്ടിരിക്കരുത്. ഇത് വരച്ചെടുത്താലും ഇതേ ലുക്കിൽ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർസിലെല്ലാം ഓരോ വര വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനെല്ലാം കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഫ്രണ്ട് സൈഡിൽ അലങ്കാര പരിപാടികളുടെ അവസാനമായിട്ടുണ്ടാവും. പിന്നെ എഴുത്തുകൂത്ത് പരിപാടികളാണ് ബാക്കിയുള്ളത്. അപ്പോൾ റെഡ് കളർ പെൻ എടുത്തിട്ട് മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഒരു സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അകംഭാഗമാണ് നമുക്ക് റെഡിയാക്കാനുള്ളത്. അകത്ത് നമ്മൾ നല്ല സെറ്റപ്പായിട്ടൊരു ക്രിസ്മസ് കോട്ടും കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനി ഇത് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് കൊടുക്കുക, നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുക്കുക. സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റിലേക്ക് കടന്നാലോ? ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് കണ്ടാലോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേൾ ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിന് വേണ്ട മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിയും വേണം, പിന്നെ കുറച്ച് ബീഡ്സും വേണം. അപ്പം ഈ കമ്പീനെ എടുത്തിട്ട് നമ്മളൊരു കുപ്പിയിൽ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ വട്ടത്തിലേക്ക് എത്തുന്ന രീതിയിൽ, വലുതിൽ നിന്നും ചെറുതിലേക്ക് എത്തുന്ന ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. വീഡിയോയിൽ ശ്രദ്ധിച്ച് വെക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് പയ്യെ ചുറ്റി കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം വളച്ചൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് പയ്യെ ചെറിയ സൈഡിനൊന്ന് പയ്യെ പൊക്കി പൊക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സ്പ്രിങ് ലുക്ക് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ട്രീൻ്റെ ഷേപ്പാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ ഭാഗത്ത് വലിയ വട്ടം ഇല്ലേ, അതിൻ്റെ തുമ്പൊന്ന് നമ്മൾ പയ്യെ വളച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ബീഡ്സ് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വളയ്ക്കാൻ വയ്യെങ്കിൽ ബീഡ്സിനകത്ത് കുറച്ച് പശ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചും കൂടെ കൊടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മുടെ ബീഡ്സ് എടുക്കുക, ഓരോന്നായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ബീഡിൻ്റെ തന്നെ പല സൈസിലുള്ളത്, സൈസ് കൂടിയത് തൊട്ടിട്ട് കുറഞ്ഞത് വരെ അങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഒരേ സൈസിലുള്ളതാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം. സൂപ്പർ റിസൾട്ടാണ്. ഒരു സൈസിലുള്ള ബീഡ് ചെയ്താലും ഒരേ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇൻസേർട്ട് ചെയ്ത് ടോപ്പിലെത്തുമ്പോൾ നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേറൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പം മേൾഭാഗം നമ്മളൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു വലിയ സ്റ്റാറിനെ എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഏകദേശം ട്രീൻ്റെ ഷേപ്പിലേക്ക് ഒന്നുകൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ മുത്തൊക്കെ ഇട്ടപ്പോൾ കമ്പി ഒന്ന് പയ്യെ വളഞ്ഞു തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സെറ്റാക്കി. ഇനി നമുക്ക് ഏറ്റവും മുകളിലുള്ള ബീഡിൽ സ്റ്റാറിനെ കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് കണ്ടാലോ? ഒരു ക്രിസ്മസ് ബുക്ക് മാർക്കാണ് ഇത്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ഐഡിയ ആണ് ഈ ഒരു ഐറ്റം. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പേപ്പർ എടുക്കാം, അതിനെ ഒന്ന് ഡയഗണലായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ ബാക്കിയൊക്കെ വീഡിയോയിൽ കാണിക്കുന്ന അതേപടി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളർ പേപ്പർ എടുക്കണം. വേറൊന്നല്ല, നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ലുക്കിലുള്ള ബുക്ക് മാർക്കാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സ് കണ്ടോ, ഇതിന് പുറത്തേക്കാണ് ഞാനിപ്പോൾ ആദ്യം മടക്കിയത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ അകത്തേക്ക് മടക്കി കൊടുക്കാം. ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ട്രീൻ്റെ ടോപ്പ് ഭാഗം ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കട്ടിങ് പരിപാടിയാണ്. അതായത് ഈ ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രീ ചെറുത് വലുത് അങ്ങനെ ഒരു തട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ട് സൈഡിലും 2 കട്ട് വീതം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കട്ട്. അപ്പോൾ 2 സൈഡിലും അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ട്രീ ആയി. പിന്നെ ട്രീൻ്റെ അലങ്കാര പരിപാടികളാണ് ബാക്കിയുള്ളത്.
ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ബ്രൗൺ പേപ്പർ വേണം. ബ്രൗൺ പേപ്പർ ഇല്ലാന്ന് കരുതി വിഷമിക്കരുത്. ഒരു പേപ്പർ എടുത്തിട്ട് ബ്രൗൺ കളർ അടിച്ചെടുത്ത് കഴിഞ്ഞാലും ഇതേ സെറ്റായിട്ട് നമുക്ക് കിട്ടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീൻ്റെ താഴത്തെ കമ്പില്ലേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗോൾഡൻ കളർ സ്റ്റാർ എടുത്തിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് കളർ ഒരു പേപ്പറിൽ നമ്മൾ കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതായത് ഹോൾ പഞ്ചറില്ലേ അത് വെച്ച് ചെയ്യുമ്പോൾ ആ ഹോളിൽ നിന്ന് ബാക്കി വരുന്നതായിട്ടില്ലേ അതിന് നമ്മൾ കുറച്ച് പശ തേച്ച് ട്രീയിലും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അലങ്കാര പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കുന്നത് നമ്മുടെ സ്കെച്ച് ബുക്കിലാണ്. അപ്പോൾ സ്കെച്ച് ബുക്കിൽ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഞാൻ ഒരു ക്രിസ്മസ് പപ്പേനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ നെക്സ്റ്റ് ക്രാഫ്റ്റ് കണ്ടാലോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് ഡെക്കോർ ഐഡിയ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 8 സ്ട്രിപ്സ് ഓഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 സെൻറ്റിമീറ്റർ വീതിയിലും നല്ല നീട്ടത്തിലുമാണ് നമ്മൾ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാ പേപ്പറിനെയും നടുവേ മടക്കി കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ നോക്കി മടക്കുക. എല്ലാത്തിനെയും മടക്കിയ ശേഷം എല്ലാത്തിനെയും ഒന്നിൻ്റെ അകത്ത് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുക. അതായത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വരത്തില്ല. നോക്കി കണ്ടങ്ങ് ചെയ്യാം. എന്നിട്ട് എല്ലാത്തിനും വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാപ്ലർ എടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്തൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇനി അത് മടങ്ങി കിട്ടുമല്ലോ. ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓരോ തുമ്പിനെയും ഈ സ്റ്റാപ്ലർ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് പശ തേച്ച് മടക്കി കൊടുക്കാം. മടക്കുമ്പോൾ പ്രസ് ചെയ്ത് ഒരു പൂവിൻ്റെ ഇതൾ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പം പശ തേക്കുക, മടക്കുക, കുറച്ച് നേരം പിടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടുവരും. അപ്പം നല്ലോണം ഉണങ്ങിയ ശേഷം അടുത്തതിനെ പശ വെച്ച് മടക്കുക, പിടിച്ച് വെക്കുക. സെയിം പരിപാടി ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പൂവിൻ്റെ ഒക്കെ ലുക്കിലുള്ള ഒരു ഐറ്റം നമുക്ക് സെറ്റായി കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഭംഗിക്കുറവില്ലേ, ആ ഭംഗിക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു റൗണ്ട് വെട്ടിയെടുക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിലുള്ള റൗണ്ടാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിനെ നടുഭാഗത്ത് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം പരിപാടിയായി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രെഡ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണത്തിനെ പിടിച്ചിട്ട് ഒന്ന് ഹോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്തോടെ ത്രെഡിനെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് കെട്ടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാളിൽ ഹാങ് ചെയ്യണമെങ്കിൽ വാളിൽ ഹാങ് ചെയ്യാം. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വേണമെങ്കിൽ അതിലും ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.